അപ്പൊ ഞങ്ങളിപ്പോ നിക്കുന്നത് മലേഷ്യയിൽ എല്ലാരും വരുന്ന സ്ഥലത്താണ് ഗൈസ്. ബാട്ടു കേവ്. ഏഷ്യയിലെ തന്നെ നമ്പർ 1 സ്റ്റാച്ചു ആണ് ഇത്. മലയാള സൈഡിൽ തീയായിരിക്കും, വെയിലും തീയായിട്ട് അടിക്കാനായിട്ട്. കാറിലിരുന്നപ്പോ ഞാൻ വെളിച്ചം കണ്ടെന്ന് വിചാരിച്ച് വെയിൽ കാണത്തില്ലായിരിക്കും, പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. നമുക്കൊരു ചലഞ്ച് വെച്ചാല 2 പിന്നെ അതിന് മുകളിൽ കയറണം. ഇവർക്ക് നടക്കാനേ പറ്റില്ല. നോക്കാം, കാണുന്ന പോലെ എളുപ്പമൊന്നല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു. മലയുടെ പകുതി വരെ ഉണ്ട്. ഒരു കളറിലൊരു 20 സ്റ്റെപ്പ് നോക്കിയാലും 20, 60, 40, 100 സ്റ്റെപ്പ് അടുപ്പിച്ചുള്ള ഉണ്ടാന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയത്തില്ല. കേറാം, പക്ഷെ ടൈം എടുത്ത് കയറി നമുക്ക് കയറാൻ പറ്റും. നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചച്ചും കയറി പടിയെല്ലാം കയറി കേവിനകത്ത് കയറി. ഫുള്ള് സ്വർണ്ണം. ഓ സ്വർണ്ണം. 9-1 ക്യാരറ്റ്. രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ കഴിക്കാൻ പറ്റണേന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ പോലെ മലയാളീസും തമിഴാണ് ആൾക്കാർ. അതെന്തായാലും കാണും, എങ്ക പത്തായാലും മലയാളം. ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞ ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു ആണ്. മുരുകൻ സ്റ്റാച്ചു ആയിരിക്കും, മനസ്സിലായേ? ഗുജറാത്തിൽ എന്തോ അതിനേക്കാൾ വലുത് എന്തൊക്കെ കെട്ടിണെന്നൊക്കെ പറഞ്ഞു. ഇതെങ്ങനെ വലുതാവെന്ന് ആലോചിച്ചു. അറിയത്തില്ല. നമ്മളെ കഷ്ടപ്പെട്ട് എങ്ങനെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചത്. മലേഷ്യയിൽ വന്നിട്ടാണ് എന്തിനാണ് ഇന്ത്യൻ ഫുഡ് തിന്നത്. മലേഷ്യൻ ഫുഡ് ഇച്ചിരി പാടാണ്. എന്റെ വിക്കൽ എങ്ങനെയാണെന്നല്ല രാത്രി മാറിയത്. അപ്പൊ എന്താ ഉണ്ട് കഴിക്കാൻ? ഇഡ്ലി, പൊങ്കൽ, വട, ദോശ, മസാല ദോശ, ഗീ ദോശ, കോൺ ദോശ, ഒണിയൻ ദോശ, റവ ദോശ, മസാല റവ ദോശ, ഹോം ദോശ, ഉരുത്തപ്പുഴ, ഒണിയൻ ദോശ, ദോശ നല്ലൊരു ദോശ വേണം. ദോശ തിന്ന രസം വേണം. എനിക്കൊരു ദോശ എന്നല്ലേ പറയും. അയ്യോ, ഇറങ്ങുന്നവരെല്ലാരും മറ്റേ വേർത്ത് ഇങ്ങനെ വരുന്നു. എന്തായാലും ഇറങ്ങി തിരിഞ്ഞു ബാബുവാ. എങ്ങനെ ഹീൽസ് നടന്നോളാം, നീ ഇട്ടോ. ഇത്ര സ്നേഹമേ ഉള്ളൂ. സ്റ്റെപ്പ് കയറി 1, 2. കുഞ്ഞ് ഡ്രസ് ഇട്ടിട്ടൊന്നും അകത്ത് കേട്ടിട്ടില്ല. കേറി കൂടാ, ഇത് ലോങ് ഫ്രോക്ക് ആയതുകൊണ്ട് അവര് മതാമാരെ പറഞ്ഞു ആരായാലും പിന്നെ വന്നാൽ മതി. ഡ്രസ് ഇട്ടിട്ട് ജാക്കറ്റ് ഇട്ടിട്ട് വന്നാൽ മതി. ഞങ്ങൾ സേഫ് ആക്കി. അതല്ലേ പേടിയാണ് മഞ്ഞ് നിൽക്കുന്നു ഇവിടെ. അതെങ്ങനെ തോന്നി എനിക്ക് പെണ്ണാണെന്ന്? ഇപ്പൊ താനിയുടെ അടുത്ത് മങ്കി 4 കണ്ടില്ല. എന്റെ അടുത്തൂടെ കൂടെ ഒരു മങ്കി വരല്ലേ. പറയാൻ പറഞ്ഞു. നീയല്ല അതിനെ കണ്ട് പേടിക്കുന്നത്, അതാണ് നിന്നെ കണ്ട് പേടിക്കുന്നത്. എനിക്ക് പേടിയാ. എന്നറിഞ്ഞൂടാ, കേറുമ്പോ ഇല്ല എന്റെ മൈൻഡില്. ഞാൻ ഇപ്പൊ ഉരുണ്ട് വീണ എന്ത് ചെയ്യാം? നമ്മൾ ഇത്രയും കയറി ആ കുരങ്ങൻ താഴെ പോയിട്ട് വീണ്ടും 2ാമത്തെ പ്രാവശ്യം കയറി വരും. സൈഡ് പിടിച്ചെന്നെ കേട്ടാ. എനിക്ക് ഇതൊരിക്കും പടി കണ്ടില്ല. പടി കാണാതെ പേടിയാ. ഇത് മുകളിലാണല്ലേ കേവ്. കാലിന് നല്ല കൂളുണ്ട്. പടി ചൂടാവാതിരിക്കാൻ അവര് മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു. ഞാൻ കണ്ടുപിടിച്ചാ എന്ന് തോന്നുന്നു. കേവിന്റെ മുകളിൽ ഒരു സാധനം വരുന്നുണ്ടെങ്കിൽ കാണുമ്പോ വിചാരിക്കും ഇതിപ്പോ പൊട്ടി വീഴുമ്പോ. അത് മരമാണ്. അത് പൊക്കളിൽ നിക്കണം നോക്ക്. അതിനകത്ത് ഓരോരോ ഹോൾ കിടക്കുന്നുണ്ട് മുകളിൽ. ഫൈനലി വെള്ളം ഒഴിക്കുന്നില്ല, വെള്ളം എവിടെ നിന്ന് വരുന്നതാണ്. പേടിച്ച് കാക്ക വല്ല ഇഷ്ടമാണ്. കാണുമ്പോഴേക്കും ഒരു മാൻ മെയ്ഡ് സാധനമാണ്, പക്ഷെ ആ നാച്ചുറൽ സാധനമാണ്. ഇതിന്റെ മുകളിൽ കടകളുണ്ട്. സർപ്രൈസ് പറയട്ടെ, പകുതി എത്തിയുള്ളൂ. അങ്ങനുണ്ടല്ലേ ഒരു മലയുടെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാ. മലയുടെ അകത്തെല്ലാം ഓട്ട. ഫുൾ ടൈം നനഞ്ഞാണ്ടിരിക്കണെന്ന് തോന്നുന്നു, കാരണം ഫുൾ ടൈം വെള്ളം വന്നോണ്ടിരിക്കണം. സീനല്ലേ ഇങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ടൊരു സാധനം ഇങ്ങനെ ഉണ്ടാവുന്നത്. രാത്രിയൊക്കെ ഇതിനകത്ത് വന്നാൽ തീർന്ന് പേടിയാ. ലൈറ്റിന്റെ അകത്ത് ഇങ്ങനെ സൂര്യൻ വെള്ളം. സൂര്യനല്ല, ആ ലൈറ്റ് കാണാൻ ലൈറ്റ് ആയിരിക്കും. ഇതിന്റെ മുകളില് വല്ല കുളം ഉണ്ടോ? കുളമൊന്നുമല്ല, നാച്ചുറൽ ആയിട്ടൊരു. വീണ്ടും അടുത്ത മുകളിൽ ഇത് ഭയങ്കര ഹൈറ്റൊന്നും ഇല്ല. പിന്നെ മുകളിൽ എന്തിരിക്കണമെന്ന് കാണാനൊരു ആഗ്രഹം.
ഇവിടുത്തെ എല്ലാം കണ്ടു കഴിഞ്ഞു. നമുക്ക് താഴെ രാവിലെ തന്നെ ഡെഡായി. ഇതില്ലേ എത്ര മീറ്റർ മുകളിലെന്ന് അറിയാമോ? സ്റ്റാച്ചുവിന്റെ പകുതിയില് മുകളിൽ. അടുത്ത നമുക്ക് വേറെ സ്ഥലത്ത് പോകണം. കേബിൾ കാർ കാറിൽ ഇപ്പം അത് ഭയങ്കര വലിയ കൊറിയൻ ചേച്ചി ഇരുന്ന ഫുൾ സ്നാക്സ് ഒരു മങ്കി എടുത്തോണ്ട് പോകണം. നോക്ക് കുരങ്ങന്മാര് പിന്നെയും കുഴപ്പമില്ല. എന്റെ വീട്ടിലുള്ളതൊക്കെ സീനാണ്. അത് തന്നെ പോന്ന കണ്ടില്ലേ? ഞാൻ അവനിട്ട് വെച്ചപ്പോ അവരും തിരിച്ചിട്ട് ഭയങ്കര പാഴായിരിക്കും കേട്ടോ ഇറങ്ങാൻ വേണ്ടിട്ട്. റെഡി. കംപ്ലീറ്റ്. കാല് വരക്കുന്നു. അടുത്ത കേബിൾ കാറിലോട്ട് പോകണം. പറക്കുന്നില്ല, ഒന്നിനും പേടിയില്ലാന്ന് തോന്നുന്നു. അതിനൊക്കെയാണ് ഞാൻ പേടിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രാവുകളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇന്നവരെ കണ്ടിട്ട്. ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്. ശരി എന്നാ. നമ്മളെ കൊറേ ഒരു വയനാട് ചുരം പോലെ ഭയങ്കര വലിയ ചുരം നമ്മള് കേറി വന്ന് മലയുടെ മുകളിലാണ് ഇപ്പൊ നമ്മൾ. ഇടയ്ക്ക് കാതൊക്കെ പക്ഷെ മലയുടെ മുകളിൽ വന്നിട്ടാണ് നമ്മള് കേബിൾ കാറിൽ പോകാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞ തിരക്കില്ലെങ്കിൽ പെട്ടെന്ന് കയറാം. ഇവിടെ ഒരു മോള് മലയാണെങ്കിലും ഇവിടെ വലിയ വലിയ ബിൽഡിംഗ് ഉണ്ട്. ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് മേടിക്കാണ്ട് കയറി. അവിടെ കയറുമ്പോൾ സ്പ്രൈറ്റും മരണം ഒന്നും ഇല്ലായിരുന്നു. എന്ത് പേരാണെന്ന് അറിയില്ല, കൊള്ളത്തില്ല. സ്പ്രൈറ്റ് കുറച്ച് ലെമണും മധുരവും കൂടുതൽ. മധുരം കൂട്ടിയിട്ട് ഒരു മല കയറി വന്നു. കേബിൾ കാറിൽ കയറിയപ്പോ ഇവിടെ എല്ലാം ബ്രാൻഡ് ഷോപ്പുകൾ. അർമാനി മലയുടെ മണ്ടിൽ ടൂറിസ്റ്റ് ഏരിയ. പക്ഷെ ഇവിടെ പ്രൈസ് എങ്ങനെയാ? നമ്മൾ ഇതൊക്കെ പർച്ചേസ് ചെയ്ത് നോക്കില്ല. അവസാന ദിവസം പർച്ചേസ് ഇവിടെ ഇല്ല. ഒരു റോഡ് ഫുള്ള് ഒരു 5-6 മാള്. ഇവിടെ എങ്ങനെ കച്ചവടം നടക്കുന്നത് അറിയത്തില്ല. അത്രയ്ക്ക് ടൂറിസ്റ്റ് ഇവിടെ വരുന്നോണ്ടാണ് ഇത്ര കച്ചവടം. ഫുള്ള് ഗ്രീനറീസ് കണ്ട. ഒരു സൈഡ് ഫുള്ള് സിറ്റി, ഒരു സൈഡ് ഫുള്ള് ഗ്രീനറി. വയനാട് തന്നെ. മലേഷ്യയിലെ വയനാടായിരിക്കും. ഓഹോ, അവിടെ വരെ പോകും നമ്മള്. ഇന്ന് മരിച്ചാറേ പ്രശസ്ത യൂട്യൂബർ ചട്ടമ്പീസ് കേബിൾ കാർ മുകളിൽ താഴെ വീഴും ചത്ത്. അതിന്റെ മുകളിൽ വീട് നിന്നെ താഴെ തള്ളിയിടാ. കണ്ടന്റ് എന്നെക്കാളും വലുത് ആനിയാണ്. ആനി ഇവിടെ കൊറേ ആൾക്കാരെ നോക്കി. ഇന്നലെ അശ്നെ വിളിച്ചിട്ട് പറയുന്നു, അശ്ന ചേച്ചി നമ്മള് മലേഷ്യയിൽ വരാമേ, ഇവിടെ ഫുള്ള് സൂപ്പർ ആൾക്കാരെ നോക്കി. ഫുള്ള് കൊറിയക്കാരന്മാര്. അങ്ങോട്ടാണ് പോകേണ്ടത്. ടിക്കറ്റ് എടുക്കാം. ചെറിയ ക്യൂ ഉള്ളത്. ഇല്ല, നമ്മൾ ടിക്കറ്റ് എടുത്തല്ലോ. അതിനകത്ത് കയറാൻ ക്യൂ ഉണ്ടല്ലേ? ആനി ക്യൂ നിൽക്കും. ആനി പേടിച്ച് ആനിയെ കയറ്റത്തില്ല. ഇല്ല ഇല്ല, എനിക്കറിയാം. എനിക്ക് മെട്രോയിൽ പോയി ശീലമുണ്ട്. ഡ്രിങ്ക്സ് അവിടെ ഇടാൻ പറഞ്ഞു. ഇവരെ വെള്ളം കയറ്റുമോ? നീ അത് കുടിക്കാതെ കളയാൻ വേണ്ടി കാത്തിരുന്നില്ലേ? 150 രൂപ കൊടുത്ത് മേടിച്ചില്ലേ? എങ്ങനെ കളയുന്നു അവരിന്ന് പറഞ്ഞു. വേസ്റ്റ് ബോക്സിൽ ഇടാൻ അകത്ത് കയറ്റത്തില്ല. പെട്ടെന്ന് കയറണം. പെട്ടെന്ന് ഇറങ്ങി ഓടണം. പെട്ടെന്ന് കയറണം. ഇതില് ഇത്ര പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 പേര്. നമ്മളെ കൂടെ പറഞ്ഞ ബാക്കി പറഞ്ഞ 2 പേര് തീർന്നു. കൂടെയും ഞങ്ങൾ വേറെ അവര് ചത്ത്. നമ്മള് 3 പേര് ടിക്കറ്റ് നോക്കാം. ജോലി പഠിക്കാൻ പോലും ഇവരാണ് ചോദിക്കുന്നത്. നമസ്തേ. പുള്ളിക്കാരൻ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാൻ അടിയാണെന്ന്. പക്ഷെ പുള്ളിക്കാരൻ ഇന്ത്യക്കാരുടെ കൂടെയാണ്. എനിക്ക് നിക്കാൻ പോണേ. എത്ര കേബിൾ കാർന്ന് കണ്ട? ഒരുപാടുണ്ട്. തീ വിഷയല്ലേ? മഞ്ഞു നോക്ക്. ഏടെ തീ. മലേഷ്യ ഫുള്ള് മണ്ടയിലൊരു ബിൽഡിംഗ്. മഞ്ഞില് കുളിച്ച് നിൽക്കുന്നത്. ഇവിടെ തീ അല്ലേ? ഇതൊക്കെ ഇറങ്ങണത് ഓടി ഇറങ്ങേണ്ടത്. ജോഷുവ. കേരള. ഇത്ര വെയിലത്ത് നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടോ നല്ല തണുപ്പ്. നല്ല തണുപ്പ്. താഴെ വെയിലും മുകളിൽ തണുപ്പ്. പ്രതീക്ഷിച്ചതിനെക്കാട്ടി നല്ലതാണ്. നമ്മളടുത്ത് ചൈനീസ് ടെമ്പിൾ കാണാൻ പോകുന്നു. ഇതിന് തൊട്ട് താഴെ തന്നെയായിരുന്നു. പക്ഷെ ആ ചൈനീസ് ടെമ്പിൾ ഫുള്ള് മഞ്ഞ മൂടി കിടന്നു. അത് നേരത്തെ എന്താണ് ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പ്. ക്ലൈമറ്റ് കണ്ട. അത് നമ്മൾ എത്രയോ മേലെ അടി മുകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും തണുപ്പ്. വിത്തിനെ കൊണ്ടായിരുന്നു. കഞ്ചാവല്ലേ ഇങ്ങനെയൊക്കെ ഫോട്ടോയിലെ കാണുന്ന കഞ്ചാവ് ചെടി.
Guys, ഇവിടെ നല്ല തണുപ്പ്. ഇപ്പൊ എന്തിനാണെന്നറിയാമോ? ഒരു ബെഡ് റോസ്റ്റും ഒരു ചൂട് ചായയും. ഈ പായല് പിടിക്കുമല്ല നമ്മുടെ അവിടെ. ഇവിടെ പായല് ഓറഞ്ച് വെള്ളം പായലും ആനയും കൂടെ ചേർന്ന് പാറ്റാനായി ഒരു ഓലക്കൂടയുമെടുത്ത് മാമുണ്ട് ചാഞ്ചാടു. ഇത് ഫുള്ളൊരു ടൗൺ ആണ്. ചൈന ടൗൺ. മോഹൻലാലിന്റെ ഒരു പടം ഉണ്ടല്ലോ, അതാണ് മേലെ വാട്ടർഫോള്. ഇതാണ് വെള്ളം. മലയാള സിനിമയിൽ മോഹൻലാൽ, ഇത് ജയറാം, ഇതൊരു വില്ലൻ പ്രിയനായകൻ ദിലീപ്. He escaped from American telegram pronouncers were trapped under the Peninsula of mountain. ചൈനീസ്, ഇംഗ്ലീഷ്. നമ്മളിപ്പോ വേറെ കൺട്രി പോണേ ഞാൻ വിചാരിക്കും സിറ്റികൾ മാത്രമായിരിക്കും. ഇത്ര ഗ്രീനറി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളിപ്പോ 2 കൺട്രിയിൽ പോയിട്ടുണ്ട്. ദുബായ് ഫുള്ള് സിറ്റി അല്ലേ? തായ്ലാൻഡ് മറ്റേ ബാലിയൊക്കെ പോയത് ഞാൻ അപ്പൊ അടുത്ത് ബാലി പോയത്. അപ്പൊ അടുത്തൊക്കെ വേറെ എവിടെയെങ്കിലും പോകും. ശരി സാർ. നൈസ് അല്ലേ? ഇതൊക്കെ നമ്മള് ജപ്പാനിൽ പോയന്നെ കാണാം. ഇവിടെ മലേഷ്യയിൽ എന്നാലും കാണാൻ പറ്റുന്നത്. അയ്യോ അത് കൊറേ. ഇവിടുത്തെ എന്തോ ഒരു സ്റ്റോറിയാണ് ശരിക്കും. രാജാവിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിൽ നിന്ന് രാജാവിന്റെ 2 പെണ്ണുങ്ങൾ വരുന്നു. പക്ഷികളെല്ലാം നിൽക്കുന്നു. അവര് സോപ്പ് എടുത്ത് പടക്കം പൊട്ടിക്കണത് ഇവിടെ. നമ്മൾ വന്നത് അറിഞ്ഞു, മലേഷ്യ അറിഞ്ഞു നമ്മൾ വന്നത്. ആ ഡ്രാഗൺ ചെയ്തിരിക്കുന്ന ആ ഡീറ്റെയിലിംഗ് നോക്കി. അടുത്ത സ്റ്റാച്ചു അതൊക്കെ ദൈവത്തിന്റെ ആരും കുടുംബക്കാരായിരിക്കും. അത് കുഞ്ഞു ദൈവം വലുതാക്കി വെച്ചേക്കണം. വലിയ പടിയാണ് ഇത്, വലിയ പടിയാണ്. മൃഗങ്ങളും ആൾക്കാർ മനസ്സിലാക്കി ചെയ്യണം. നോക്ക് മൃഗങ്ങളല്ല, അങ്ങനൊന്നും പറയരുത് കേട്ടോ. നോക്ക് പാവം പെണ്ണിന് വേറെ ഡ്രസ്സ് പോലും ഇട്ട് കൊടുക്കാൻ. ഇത് ആനടാ. ആനി അബിന് ടിപ്പു സുൽത്താനെ വൺ ബെൽ വൺ വിഷ്. ഞാനിന്ന് നന്നാവാനും പ്രാർത്ഥിക്കാൻ പോണ വിഷ് പറയില്ലല്ലോ. ഇത് അടിച്ച് പേടിച്ച സൗണ്ട് ചോദിക്കും എന്ത് പറയണമെന്ന് അറിയാം. ഒന്നും പറഞ്ഞില്ല. കൊറേ ദൂരം നടന്ന് നമ്മളെ താഴെ എത്തിയപ്പോണ്ടല്ല മഞ്ഞ് മൂടി കിടക്കണ്. അപ്പത്തെ ക്ഷേത്രം കാണുന്നില്ല. ഫുള്ള് മഞ്ഞ് കൂടിയായി. ചെറുതായിട്ട് മഴ പെയ്യുന്നു. മഴ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ചലിക്കണം. അതാണ് തണുപ്പ്. ശരിക്കും തണുപ്പ്. എല്ലാരും മഴയത്ത് ഒതുങ്ങിയിരിക്കണം. നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടി മഴയത്ത് ഒതുങ്ങിയിരിക്കുന്നു. ചൈനീസ് ഫുഡ് കഴിച്ചാലോ? വേണ പിന്നാടി പ്രശ്ന. ഓടി വല്ല വന്ന് വീഴുന്ന ഓറ -10,000 ശരിക്കും അവ വെള്ളം കോരിയപ്പോ ഞാൻ ഓടി. അവിടെ വരുന്ന മലേഷ്യയിൽ എത്ര ക്യൂട്ട് കുട്ടികളെ കാണുന്നത്. ഇടക്കിടക്ക് എടുക്കാൻ തോന്നുന്നു. ആരും തരത്തില്ലല്ലോ. പക്ഷേ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ക്ലൈമറ്റ് ഇങ്ങനെ ഇരുന്നോണ്ടാണ് സൂപ്പർ ആയിരുന്നത്. ചെറിയ മഴ. നമുക്ക് കറക്റ്റ് ക്ലൈമറ്റ് കിട്ടിയതുകൊണ്ടാണ്. റിട്ടേൺ ടിക്കറ്റ് പ്ലീസ്. പോകുമ്പോ നമ്മള് മാത്രമേ ഉള്ളൂ. മഞ്ഞ നേരത്തെ വന്നതിനേക്കാൾ നല്ല മഞ്ഞുണ്ട്. മഴ പെയ്തിട്ടുണ്ട്. അമ്മ എനിക്ക് കുറച്ച് പേടിയാണ്. നല്ല എക്സ്പീരിയൻസ് അല്ലേ? തീർന്നത് നല്ല വിശപ്പല്ലേ? നല്ല വിശപ്പുണ്ട്. റെയിൻ ഫോറസ്റ്റ് എല്ലാം കണ്ട് നമ്മള് പൊളിച്ചടക്കി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇവിടെ എല്ലാ ഹോസ്പിറ്റാലിറ്റി, അക്കോമഡേഷൻ, ട്രാവൽ, എല്ലാം ഗൈഡ്, ഫുൾ സ്ഥലം, എല്ലാ ഐറ്റിനറി എല്ലാം നമ്മൾ നോക്കിയത് കൈരളി ട്രെയിൽസ് ആണ്. ഗൈസ് ഇന്ന് കുറച്ച് നേരത്തെ എത്തി റൂമിൽ 4 മണിക്ക്. ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ലപോലെ കറങ്ങിയിട്ട് ഐറ്റിനറി പ്ലാൻസ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മുടെ സ്വന്തം പ്ലാൻസ്. ഞങ്ങൾ പുറത്തോട്ട് അല്ലാതെ കുറച്ച് സ്ഥലത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ട്രാഫിക് കൂടുതലെന്നാണ് പറഞ്ഞത്. അപ്പം ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞ് 7 മണിക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് ബുക്ക് ചെയ്ത് എല്ലാം സ്വന്തമായിട്ട് പോകും.
ഇനി കുറച്ച് വേണം ഉറങ്ങാം. ഗൈസ് അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോകുന്നു. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ടീഷർട്ട് ഇട്ടേക്കണല്ലേ, ഉറങ്ങാന്ന് വെച്ച് കുറച്ചേരം ഫോൺ എടുത്ത് പോവേണ്ട സമയം ഞാൻ ഉറങ്ങിയേ എങ്ങനെ ഉറക്കി ഇന്നത്തെ കോസ്റ്റ്യൂം ഉണ്ട് എല്ലാരും വൈബ്. അവിന്റെ ന്യൂ ട്രെൻഡ് കണ്ണാടി ഉണ്ടോ വിരാട് കോഹ്ലി കൊള്ളാല്ലേ പണ്ടത്തെ സ്റ്റൈല്. ഇങ്ങനെ വയ്ക്കാൻ സ്ഥലമില്ലാത്തോണ്ട് ഞാൻ കണ്ണാപ്പികളെ പോലെ ഇട്ടിരുന്ന് തുടങ്ങും. അടുത്ത സ്ഥലത്തോട്ട് പോകാം. ആപ്പിൾ ഓർഗനൈസ്ഡ് ഷോപ്പിൽ പോയിട്ട് എല്ലാവർക്കും ഐഫോൺ എന്റെ വെക്കാം. ഓക്കെ മോഷ്ടിച്ചാണെങ്കിൽ എടുത്തു തരും. അടി കറുപ്പറേ എങ്ങനെ നമ്മൾ എന്ത് പാട്ട് പാടിയാലും ഇവിടെ ആരും അറിയാൻ പാടില്ല. എന്റെ പൂക്കികൾ വരുന്നു. കുക്കികളാ എന്റെ പൂക്കികൾ എന്റെ ബാഗിലേക്ക് കണ്ണാലെ കണ്ണാകെ തൊട്ടപ്പോ അവളെ പൂക്കിനെ വിളിച്ചോണ്ടിരിക്കുന്നു. എന്തിനിങ്ങനെ നിക്കണ്? വരുന്നില്ല പക്ഷെ എല്ലാരും ഫേസ് ഒരുപോലെ ഇരിക്കണം. അത് നീ ശ്രദ്ധിച്ചു? അല്ല പക്ഷെ എനിക്ക് ഡിഫറൻസ് മനസ്സിലാവും. നീ കൊറേ ഇതെല്ലാം കാണുന്നോണ്ട് മനസ്സിലാവും. കാണുന്നോണ്ട് എനിക്ക് difference ഒരു കറക്റ്റ് ഗ്ലാസ് ഫേസിലിരിക്കുന്ന ഗ്ലാസ് സ്കിൻ എന്ന് പറയത്തില്ലേ, അവര് സ്കിൻ കെയർ ആണോ നീ നിനക്കെന്തരാ? ഞങ്ങൾ വിചാരിച്ച ആനിയൊക്കെ ഭയങ്കര വെളുപ്പന്നല്ലേ? മേക്കപ്പ് ഇട്ടാ വിളിക്കും. അവരൊക്കെ ജനിച്ചതേ അങ്ങനെ. നമ്മളെ പിക്കാൻ വേണ്ടിട്ട് ചേട്ടൻ മലബാർ പാലസ്. ഇവർക്കാണ് ഈ ഇന്ത്യൻ ഡിഷില് ബെസ്റ്റ് നല്ല ഹോട്ടൽ. ഫുഡ് ഉണ്ടോ അപ്പൊ നല്ലോണം കഴിക്കാം. നമ്മളടുത്ത് ഫുഡ് കഴിക്കേണ്ടത് ഒരു മലയാളി റെസ്റ്റോറന്റിൽ മലയാളി ഫുഡ് കിട്ടും. മറ്റേ സാധനം പെറോട്ട പ്ലസ് മലബാർ പാലസ്. നീ ഇവിടത്തെ സ്പെഷ്യലാ? അതെ. നാട്ടിലില്ലെന്ന് തോന്നുന്നു സാധനം. നയിച്ചാണെങ്കിൽ മലേഷ്യ വരേണ്ടി വരും. പാൽ പൊറോട്ടയാണ് പേര്. എനിക്ക് എടുക്കാൻ പറ്റില്ല, ഇതിൽ വെച്ച് തന്നെ കഴിക്കാം. ചിക്കൻ കൊണ്ടാട്ടം. നമ്മൾ നല്ല ഫുഡ് കഴിച്ച് വയറ് ഫുള്ളായി നല്ല പോലെ ഉറങ്ങാൻ പറ്റി ഇന്ന് രാത്രി. ഇന്നലെ മറ്റേ ഇന്ത്യൻ ഫുഡ് കഴിച്ചുകൊണ്ടാണ് കുറച്ചെങ്കിലും സമാധാനമായത്. അപ്പോൾ മലേഷ്യയിൽ വരുന്നവര് അർത്തമാസ് മോളിൽ വന്നിട്ട് മലബാർ പാലസിൽ വന്നാൽ മതി ഗൈസ്. നാട്ടിലത്തെ അടിപൊളി ഫുഡ് കഴിക്കാൻ പറ്റും. നമ്മുടെ ഒരു പുള്ളി പറഞ്ഞ ടൈം സ്ക്വയർ മാളിൽ വന്നാൽ എല്ലാം ചീപ്പായിട്ട് കിട്ടും. ഇതിനകത്ത് സ്റ്റാർബക്സ്, ബാസ്കറ്റ് ബോക്സ് എല്ലാം ഉണ്ട്. ഒരു ഷഡ്ഡി എടുക്കുമ്പോ 2000 ഷഡ്ഡിയുടെ ഞങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലേ. ഇവിടെ വന്നപ്പോ ഫുള്ള് വെൽഫെയർ കണ്ടോണ്ടിരുന്നല്ലോ. ഒരു വെൽഫെയറിൽ കയറണമെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. വെൽഫെയർ അങ്ങനെയായിരുന്നു മലേഷ്യ. അപ്പൊ നമ്മൾ ആ ആഗ്രഹം സാധിക്കാൻ പോകുന്നത്. അങ്ങനെ ചേട്ടാ നമ്മളെ വെൽഫെയർ കൊണ്ടുവന്നു പറഞ്ഞു. ആ എടേ നീ എന്ത് പറഞ്ഞു എന്റെ അടുത്ത്? ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു 4 സീറ്ററേ ഉള്ളൂ, 6 സീറ്റർ ആണെന്ന്. അവൻ പറഞ്ഞു 4 ബെറ്റൊക്കെ വെച്ചിട്ട് പോയിരുന്നു. ഇപ്പൊ കറക്റ്റായി. ഷേടേ എടുത്താലേ BYD എടുക്കാം. മൊട്ടമാടി നേരിട്ട് വീണ്ടും കാണാം. നാളെ ഏതെങ്കിലും വിളിക്കും. അങ്ങനെ വെൽഫെയർ പെട്ടെന്ന് നടന്നല്ലേ ആഗ്രഹം. വന്ന നേരത്തെ വെൽഫെയർ എവിടെ പത്താലും വെൽഫെയർ. ഒരു ആഗ്രഹം കഴിച്ച് പെട്ടെന്ന് തന്നെ നടന്നു. ഇല്ല ഇല്ല സബിന് വൈബായിട്ട് പാട്ട് പാടുന്ന ഇല്ല ഇല്ല നമ്മ പുള്ള ഒരു അടിപൊളി ദിവസമായിരുന്നു. ഇന്നത്തെ അടിപൊളി ദിവസമായിരുന്നു. ക്ലൈമറ്റ് ഇന്നത്തെ ദിവസം കളറാക്കി. വെൽഫെയർ തൃപ്തിയായി. നാളെ ഇതിനെക്കാട്ടി സർപ്രൈസ് വരുമെന്ന് എന്റെ ഒരു മനസ്സ് പറയുന്നു. നാളെ രാവിലെ തൊട്ട് നമ്മൾ എനർജി ആകും. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഒരു മിനിറ്റ്, ഒരു വീഡിയോയിൽ പറയത്തില്ല സബ്സ്ക്രൈബ്.